ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നേക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ ഇത് ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടൊന്നും അറിയത്തില്ല, ചില നാട്ടിൽ ഇത് ഉണ്ടാവാത്തുള്ളൂ. അപ്പോൾ നമുക്കിത് കാണാം. ഇതാണ് നമ്മുടെ സംഭവം. എന്താണത്? എന്തായിരിക്കും? നമ്മുടെ പീനട്ടിന്റെ ജാമിന്റെ സംഭവം എടുക്കും. പീനട്ടിന്റെ ജാമോ? ആ പീനട്ടിന്റെ ക്രീം ഇല്ല, അത് ഇതാണ് നമ്മുടെ സംഭവം. ആഹാ, ഇങ്ങനെയാണ് പീനട്ട് ഇരിക്കണേ. മാജിക്. കുഷ പൊട്ടി. എവിടെയോ ഒരു ഒച്ച കേട്ടു. കത്തി എടുത്തിട്ടോ? ഇരിക്കണ കത്തി. ഇതിന്റെ ഉള്ളിലുള്ളതുണ്ട് കപ്പലണ്ടി ഇല്ലേ, കപ്പലണ്ടി പൊട്ടിപ്പോ. അപ്പൊ നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം കരാട്ടയ്ക്ക് പൊട്ടിച്ചിരിക്കുന്നു. ഇതെല്ലാം ചൂമ്പുണ്ടാക്കും, ഉറുമ്പിനുണ്ടാക്കും. പൊളിക്കാൻ പറയണ പീസായി പോകും. അപ്പൊ എവിടെ കപ്പലണ്ടി? അവിടെ വരുന്നുണ്ട്. വാവ്, എവിടെ? വാവ്. അപ്പൊ ഒരെണ്ണത്തിനകത്ത് ഇങ്ങനെ രണ്ടെണ്ണായിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് കപ്പലണ്ടി ഉണ്ടാവണേ. ഓഹോ, കൊള്ളാലോ. അപ്പൊ ഗൈസ്, എല്ലാവരും ഇങ്ങനത്തെ കപ്പലണ്ടികള്, അപ്പൊ എല്ലാവരും ഇങ്ങനത്തെ കപ്പലണ്ടിയൊക്കെ വാങ്ങുക വെക്കേഷൻ സമയത്ത്. ഇത് കണ്ട? ഒരെണ്ണുണ്ടായുള്ളൂ. അപ്പൊ ഇത് കണ്ട, ഇതിനെ പിടിച്ചിട്ട് കോഴിക്കുഞ്ഞിനെ ഉണ്ടാക്കാം. ഇത് ഇങ്ങനെ ഒട്ടിച്ചിട്ട് അങ്ങനെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനായിട്ട് ഈ തൊണ്ട് യൂസ് ചെയ്യാം. ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ ഉപയോഗിക്കാം, പക്ഷെ ഇത് പൊട്ടിക്കാനാണ് പാട്. പൊട്ടിക്കുമ്പോ അത് കുഞ്ഞായി പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിലും അങ്ങനെ പൊട്ടിച്ചേ കരാട്ടക്കിട്ട് ഈ എന്താ ഓട് പൊട്ടിക്കണ പോലെയാണ് കപ്പലണ്ടി പൊട്ടിക്കണ. എടുക്കെടുക്ക്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായി പോകും. അതൊന്നും ഫ്രൈ ചെയ്യാൻ പറ്റില്ല. ഫ്രൈ ചെയ്യാ കുഴപ്പമൊന്നുമില്ല. ഫ്രൈ ചെയ്യാൻ പക്ഷെ കഴിഞ്ഞു. ഞാൻ തിന്നുണ്ട് എന്തായാലും. ഓഹോ, അണ്ട് ഈ കപ്പലണ്ടി ഇങ്ങനെ പൊളിച്ചതാണ് ഈ കാണുന്നത്. സോഫ്റ്റ് ആണ്. എന്നിട്ട് ഇനി ഇത് കിട്ടി. ആ, അത് മാറ്റി വെച്ചോ. അപ്പോൾ ഇങ്ങനത്തെ ഇത് കപ്പലണ്ടി ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? വറുത്തിട്ടാണ് നമ്മൾ കഴിക്കുക അല്ലേ? അപ്പോൾ ബൈ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം.